സെഷനിൽ നമ്മൾ പാഡിംഗ് വിഡ്ജറ്റിനെ പറ്റിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. എങ്ങനെ പാഡിങ് നമ്മുടെ ആപ്ലിക്കേഷനിൽ കൊണ്ടുവരാം എന്നുള്ളതാണ്. കൂടാതെ പാഡിംഗ് വിഡ്ജറ്റ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പഠിക്കാനായിട്ട് പോകുന്നത്. സോ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അതിനായിട്ട് ഞാൻ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒരു പാക്കേജാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. 03 പാഡിങ് എന്ന് നൽകുകയാണ്. പാഡിങ് ഇതിനുള്ളിൽ എൻ്റെ ഡാർട്ട് ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. main.dart. ഓക്കെ, എൻ്റെ മെറ്റീരിയൽ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യുന്നു. material.dart. ഓക്കെ, ഇനി മെയിൻ ഫംഗ്ഷൻ നൽകാം. മെയിൻ ഫംഗ്ഷൻ my app. ഓക്കെ, my app എന്നുള്ള ഒരു സ്റ്റൈൽലെസ് വിഡ്ജറ്റാണ്. ക്ലാസ് my app extends. ഇതിനുള്ളിൽ എൻ്റെ ബിൽഡ് മെത്തേഡ് നൽകുന്നു. ഓക്കെ, അതിനുള്ളിൽ എൻ്റെ മെറ്റീരിയൽ ആപ്പ് റിട്ടേൺ ചെയ്യുന്നു. മെറ്റീരിയൽ ആപ്പ് ഹോം സ്കാഫോൾഡ് നൽകുന്നു. സ്കാഫോൾഡിന് ബോഡി നൽകുന്നു. ഓക്കെ, ഞാൻ എൻ്റെ മെറ്റീരിയൽ ആപ്പ് ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. പാഡിംഗ് എന്ന് പറയുന്ന ഒരു വിഡ്ജറ്റാണ്. ഞാൻ ആ വിഡ്ജറ്റ് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പോവുകയാണ്. കൂടാതെ നമുക്ക് ഇൻസൈഡ് ഒരു കണ്ടെയ്നറിനുള്ളിലും നമുക്ക് പാഡിംഗ് നൽകാനായിട്ട് സാധിക്കും. പാഡിംഗ് നൽകുകയാണ്. പാഡിംഗ്. ഓക്കെ, അത് ഓപ്പൺ ചെയ്യുന്നു. ഇതിനും ചൈൽഡ് ഉണ്ട്. ആ ചൈൽഡ് പ്രോപ്പർട്ടി നമുക്ക് നൽകാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ചൈൽഡായിട്ട് ഞാൻ നൽകുന്നത് ഒരു കണ്ടെയ്നറാണ്. കണ്ടെയ്നർ. ഈ ഒരു കണ്ടെയ്നറിന് സൈസ് ഉണ്ടായിരിക്കും. ഞാനത് പറഞ്ഞു കൊടുക്കണം. എത്ര സൈസുള്ള ഒരു കണ്ടെയ്നറാണ് എനിക്ക് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കണം. ഹൈറ്റ് 150. അതുപോലെ തന്നെ വിഡ്ത്തും ഞാൻ നൽകുകയാണ് 250. ഓക്കെ, ഇനി എൻ്റെ ഈ കണ്ടെയ്നറിന് ഞാനൊരു കളർ സെറ്റ് ചെയ്യുന്നു. colors.red. ഇനി എൻ്റെ കണ്ടെയ്നറിന് ഒരു ചൈൽഡ് ഞാൻ ആഡ് ചെയ്യുന്നു. ആ ചൈൽഡിൽ ഞാനൊരു ടെക്സ്റ്റ് ആയിരിക്കും നൽകുക. ടെക്സ്റ്റ് ഹലോ എന്ന് നൽകുന്നു. അതിന് സ്റ്റൈൽ പ്രോപ്പർട്ടി നൽകുന്നു. ഞാൻ സ്റ്റൈൽ ടെക്സ്റ്റ് സ്റ്റൈൽ ഫോണ്ട് സൈസും കൂടെ നൽകുകയാണ്. ഒരു 25 നൽകുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് എറർ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. എന്താണ്? പാഡിങ് എന്ന് പറയുന്ന വിഡ്ജറ്റിന് പാഡിങ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ റിക്വയർഡ് ആണ്. അതായത് പാഡിങ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു നൽകിയിരിക്കണം. എഡ്ജ് ഇൻസെറ്റ്സ്. ഇവിടെ ഞാൻ നൽകുന്നു എഡ്ജ് ഇൻസെറ്റ്സ് ഡോട്ട് സിമെട്രിക് എന്ന് നൽകി. അതിനുശേഷം ഹോറിസോണ്ടലി എത്ര വേണം, വെർട്ടിക്കലി എത്ര വേണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കണം. ഇത് രണ്ടും ഡബിൾ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കണം. ഹോറിസോണ്ടൽ ആയിട്ട് വേണ്ടത് എത്ര DP ആണെന്നാണ് ഞാനിവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ, ഞാനിവിടെ 20 നൽകുന്നു. 20.0. അതുപോലെ തന്നെ വെർട്ടിക്കലി ഞാൻ എത്രയാണ് കൊടുക്കുന്നത്? അതും 20 തന്നെ നൽകണം. 20.0. ഓക്കെ, നമുക്കിവിടെ ഒരു കോമയും കൂടെ മിസ്സിങ്, ഒരു കോമയും കൂടെ നൽകണം. നമ്മളിവിടെ നൽകിയിരിക്കുകയാണ് ഹൊറിസോണ്ടൽ 20.0 കൂടാതെ 20.0 വെർട്ടിക്കലും നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇതിന് പറയുന്ന പേര് ഡെൻസിറ്റി ഇൻഡിപെൻഡൻറ്റ് പിക്സൽസ് എന്നാണ് പറയുക. അതായത് ഇത് കോമൺ ആയിട്ട് അറിയപ്പെടുന്ന DP എന്നാണ്. അപ്പോൾ ഇത് ഒരു ഫിക്സഡ് സൈസ് അല്ല. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസിൻ്റെ സ്ക്രീൻ സൈസ് അനുസരിച്ചായിരിക്കും ഈ ഒരു സ്പേസ് ഇത് അലൊക്കേറ്റ് ചെയ്ത് സൈസ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മുടെ കണ്ടെയ്നറിൻ്റെ കളർ എന്താണ്? റെഡായിട്ട് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് പൊസിഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് അറ്റ് ദ ബിഗിനിങ്ങിൽ നമ്മുടെ ടെക്സ്റ്റ് പൊസിഷൻ ചെയ്ത് കാണാനായിട്ട് സാധിക്കും. കൂടാതെ ഫോണ്ടിൻ്റെ സൈസ് 25 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
വെർട്ടിക്കൽ പാരാമീറ്റർ ആഡ്സ് എംപ്റ്റി സ്പേസ് ഓൺ ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് ദി ചൈൽഡ് വിഡ്ജറ്റ് എന്നാണ് പറയുക. അതായത് വെർട്ടിക്കൽ സ്പേസിൽ നമ്മളിവിടെ വെർട്ടിക്കൽ സ്പേസ് പാരാമീറ്റർ ആഡ് ചെയ്യുന്നത് ടോപ്പിലും ബോട്ടത്തിലും എന്ത് ചെയ്യും, സ്പേസ് ആഡ് ചെയ്യും അതിൻ്റെ ചൈൽഡ് വിഡ്ജറ്റിന്. അതായിരിക്കും ഇതിവിടെ ചെയ്യുക. അതായത് ലെഫ്റ്റിൽ എത്ര ഡി പി വേണം, റൈറ്റിൽ എത്ര ഡി പി വേണം, ടോപ്പിൽ എത്ര ഡി പി വേണം, ബോട്ടത്തിൽ എത്ര ഡി പി വേണം നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ പാഡിങ് നൽകുന്നു. പാഡിങ് കോൺസ്റ്റ് എഡ്ജ് ഇൻസെറ്റ്സ് ഓൺലി എന്ന് കൊടുക്കുന്നു. ഡോട്ട് ഓൺലി കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ലെഫ്റ്റിൽ എനിക്ക് വേണ്ട ഡി പി ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. 50.0 കോമ റൈറ്റിൽ എനിക്ക് എത്ര വേണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. 50.0. ദെൻ ടോപ്പിൽ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് 50.0. ഓക്കെ. എന്നിട്ട് ഞാൻ ഹോട്ട് റീലോഡ് പ്രസ് ചെയ്യുന്നു. അപ്പോഴേക്കും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അത് ലെഫ്റ്റിൽ നിന്ന് 50 ഡി പി സ്പേസ് ആഡ് ചെയ്തു, റൈറ്റിൽ നിന്ന് 50 ഡി പി സ്പേസ് ആഡ് ചെയ്തു, ടോപ്പിൽ നിന്ന് 50 ഡി പി സ്പേസ് ആഡ് ചെയ്തു. ഓക്കെ. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ കണ്ടെയ്നറിനുള്ളിലും നമുക്ക് പാഡിങ് നൽകാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ഇത് ഔട്ടർ ഏരിയയിലാണ് നമ്മൾ ഈ പാഡിങ് സെറ്റ് ചെയ്തത്. അതുപോലെ തന്നെ കണ്ടെയ്നറിനുള്ളിൽ നമുക്ക് ഈ പാഡിങ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഏതിനെയായിരിക്കും അഫക്റ്റ് ചെയ്യുക? നമ്മുടെ ചൈൽഡ് വിഡ്ജറ്റിനെ ആയിരിക്കും ഇത് അഫക്റ്റ് ചെയ്യാം. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ നൽകുകയാണ്. അതായത് ഞാൻ സ്പെസിഫിക് ആയിട്ട് ഇതുപോലെ തന്നെ പ്രോപ്പർട്ടി സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ. അതെങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ നൽകുകയാണ് പാഡിങ്, അതിനുശേഷം കോൺസ്റ്റ് എഡ്ജ് ഇൻസെറ്റ്സ് ഓൺലി കൊടുക്കണം. ഓൺലി. ദെൻ ടോപ്പ് ഞാൻ സെറ്റ് ചെയ്യുന്നു. ടോപ്പ് 20 നൽകി. ഓക്കെ. അതുപോലെ തന്നെ ലെഫ്റ്റിൽ നിന്ന് ഞാൻ ഒരു 30 നൽകി. അതിനുശേഷം ഓക്കെ, ഇത്രയും നൽകി. അതിനുശേഷം ഞാൻ ഹോട്ട് റീലോഡ് പ്രസ് ചെയ്യുന്നു. അപ്പോഴേക്കും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ ചൈൽഡ് വിഡ്ജറ്റായ ടെക്സ്റ്റ് സ്പേസ് ആഡ് ചെയ്തിരിക്കുകയാണ്. എവിടെ നിന്നൊക്കെയാണ്? ടോപ്പിൽ നിന്നും ലെഫ്റ്റിൽ നിന്നുമാണ് സ്പേസ് ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും 20 കാണാൻ സാധിക്കും. അതായത് ഈ 20 എന്ന് പറഞ്ഞാൽ ടോപ്പാണ്. അതായത് ടോപ്പിൽ നിന്ന് 20, അതുപോലെ തന്നെ ലെഫ്റ്റിൽ നിന്ന് 30. അതായത് ഈ ഒരു പോർഷൻ ഇതാണ് നമ്മളവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതായത് ടോപ്പും ബോട്ടവും എല്ലാം ഒരു വാല്യൂ ഒരേ സ്പേസാണ് നമുക്ക് വേണ്ടതെങ്കിൽ, ഇപ്പോൾ ടോപ്പും ബോട്ടവും എല്ലാം ഒരേ സ്പേസാണ് നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് ഓൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് പാഡിങ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പാഡിങ് കോൺസ്റ്റ് എഡ്ജ് ഇൻസെറ്റ്സ് ഡോട്ട് ഫ്രം LTRB. അതായത് ലെഫ്റ്റും റൈറ്റും, അതായത് ലെഫ്റ്റും ടോപ്പും റൈറ്റും ബോട്ടവും നമുക്ക് സെറ്റ് ചെയ്ത് നൽകാനായിട്ട് സാധിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ ഇവിടെ വാല്യൂ കൊടുക്കുകയാണ് 2989. ഓക്കെ, ഇത് നൽകണം. ഞാൻ ഹോട്ട് റീലോഡ് പ്രസ് ചെയ്യുന്നു. അപ്പോഴേക്കും നമുക്ക് ആ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും.